ഈ ഹൈ വോൾട്ടേജിൽ അങ്ങനെ തോന്നിയ രണ്ടുപേരി എടുത്തതായിരിക്കും. അതായത് ഇപ്പോഴും വേദികളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുണ്ടാവുമല്ലോ, ഇപ്പം ഇത്രയും വരുന്ന സമയങ്ങളിലും. സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ടുണ്ട്. അതിനകത്ത് കോൺക്രീറ്റ് വനത്തിനോരത്തില് ആ പാട്ട് മുഴുവനെ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ്. ഹൈ എനർജിയാണ് ആ പാട്ട് ലൈക്ക് ശരിക്കും എന്റെ ജീവിതം ഞാൻ കടലമ്മ പറ്റത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന കടലമ്മ. അത് കൊണ്ടാലുള്ള ഒരു പാട്ടാണ്. അത് സാം സിയസ് ആണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അത് ഏതൊരു സാഹചര്യത്തിൽ അനുഭവം വെച്ചിട്ട് അത് എഴുതിയത്? എനിക്ക് കടലായിട്ട് വലിയ അനുഭവം ഇല്ലെന്നേ. പക്ഷെ എന്താണെന്ന് തീരത്ത് ജീവിച്ച ഒരാൾ കടലിന്റെ തീരത്തുള്ള മക്കളെ കുറിച്ച് കടൽ തീരത്തുള്ള മനുഷ്യർക്ക് അവരുടേതെന്ന് തോന്നുന്ന രീതിയിൽ എഴുതി ആണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് അവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധ്വാനിക്കുന്ന വർഗമല്ലേ. അത് അധ്വാനിക്കുന്നത് ഏത് വർഗമാണെങ്കിലും, റെയിൽവേ തീരത്താണെങ്കിലും ശരി, കടൽ തീരത്താണെങ്കിലും ശരി, മലയോരത്താണെങ്കിലും ശരി, ഒരേ ദുഃഖവും ഒരേ അവസ്ഥയും ഒരേ ബന്ധവും ഒരേ വിധിയുമായിരിക്കുമല്ലേ. ആണ്. ഒരേ സാമൂഹ്യ സാഹചര്യത്തിൽ കൂടെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കാട്ടിൽ പണിയെടുക്കണം, കടലിൽ പണിയെടുക്കണു എന്നുള്ളതാണ്. അധ്വാനിക്കുന്നവരല്ലേ. അപ്പോൾ എനിക്ക് അവരുടെ വേർപ്പ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാട്ട് മോശമില്ലാത്ത രീതിയിൽ ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പോൾ വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു എഴുത്തിൽ. എനിക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. എനിക്കറിയില്ലല്ലോ ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന്. പിന്നെയൊക്കെ ഞാൻ കുറേ അതിൻ്റെ ഡയറക്ടർ, പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി, കൊണ്ടാലേ. അപ്പോൾ പുള്ളിക്കാരനെ കേട്ടിരുന്ന് മിണ്ടി. പിന്നെ കൊല്ലത്ത് അഞ്ചുതെങ്ങ് ഭാഗത്തായിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ അഞ്ചുതെങ്ങിലുള്ള കുറച്ച് അവിടുത്തെ മുക്കുവരായിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ. അവരൊക്കെയായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവിടെ അവരുപയോഗിക്കുന്ന ഭാഷകൾ,